ശക്തി വ്യാപരിക്കട്ടെ. ഓരോ ദിവസവും പ്രഭാതം തോറും പുതുതാകുന്ന ദൈവത്തിന്റെ മഹത്വമേറിയ കൃപകൾ, മഹത്വമേറിയ ശക്തി, ദയ ഇന്ന് പകർത്താനും ഈ ആലയത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് കടന്നു വന്ന ജനത്തിന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ, സത്യത്തിൽ ഉയർത്തുവാൻ, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്നത് പോലെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ, സത്യത്തിൽ ഉയർത്തുവാൻ ദൈവം അന്വേഷിക്കുന്ന തലമുറ ഈ അന്ത്യകാലത്ത് ഈ ആലയത്തിന് നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, സത്യത്തിൽ ഉയർത്തുമ്പോൾ എല്ലാ പൈശാചികമായ ബന്ധനങ്ങളും കെട്ടുകളും കോട്ടകളും തകർക്കപ്പെടുന്ന ദൈവത്തിന്റെ ആദർശമേറിയ ആരാധന ഈ ആലയത്തിൽ നിന്ന് പുറപ്പെടട്ടെ. എല്ലാ ധനങ്ങളും ഒരുപോലെ തുറന്ന്, എല്ലാ നാവുകളും തുറന്ന് എരിഹോ മതില് പോലുള്ള സകല ആഭിചാരത്തിന്റെ മതിൽ കെട്ടുകളെയും സകല അന്യ ആരാധനകളും സകല വിഗ്രഹ ആരാധനകളും ഈ ആലയത്തിൽ പുറപ്പെടുന്ന ആരാധനയുടെ ശക്തിയുടെ ആരാധനയുടെ ബലത്തിന്റെ ഒരു കാലത്തും ഒരു കണ്ണിനും ഒരു ദയ തോന്നാതിരുന്ന നമ്മുടെ മേൽ ദൈവത്തിന്റെ മഹത്വമേറിയ നാമം ഈ നാവിന്മേൽ എടുപ്പാൻ ദൈവം നമ്മോട് കൃപ കാണിച്ചതോർക്കുന്നു. എത്ര വലിയ ഭാഗ്യമാണ്. വെറും പുഴുവായിരുന്നവൻ, വെറും കീടമായിരുന്ന നമ്മുടെ മേൽ ജ്ഞാനികളെ രക്ഷിപ്പാൻ ദൈവം ഭൂമിയിൽ നികൃഷ്ടവും പോഷകമായിട്ട് തിരഞ്ഞെടുത്തിട്ട് ദൈവം പറഞ്ഞു, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത് ഞാൻ ശിശുക്കളെയും മുലകുടിക്കുന്നവരുടെ വായിൽ നീ ഈ സത്യവചനത്തെ ഉയർത്തുവാൻ ഈ പ്രഭാതത്തിനിടയായി തീരട്ടെ. മറ്റാർക്കുമില്ല ആരാധന, മറ്റാർക്കുമില്ല സ്തുതി. പ്രഭാതത്തിലും സന്ധ്യയിലും ഉച്ചയിലും ഏതൊരു സമയത്തും വാനദൂതഗണങ്ങൾ ഇടപെടാതെ പാടി ആരാധിക്കുന്ന ഈ നല്ല ദൈവത്തെ എല്ലാ തരമടിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് ഈ കർത്താവിനെ പാടി ആരാധിക്കാം.
Yeah.
നന്ദി പറയുന്നപ്പ തന്റെ ജീവനെ ഞങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിച്ച ആ മഹാ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നപ്പ ജീവപ്രതിയെ ആരാധിക്കുന്നപ്പ സർവ്വസൃഷ്ടികളെ ആരാധിക്കുന്ന ഏകം നാമം ആകാശത്തിന്റെ പേരിൽ സത്യം ഏക ജീവൻ വേറെങ്ങുമില്ല കേട്ടോ, ഒരുവൻ മാത്രം. പിതാവിനടുത്ത് പോകുവാൻ വഴിയേതെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശു പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നിട്ട് നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ? എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു. ആ വഴി ഞാൻ തന്നെ, ആ സത്യവും ഞാൻ തന്നെ, ആ ജീവനും ഞാൻ തന്നെ. ഹല്ലേലൂയ. എന്ന് നാം ആരാധിക്കുന്നതിന് പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം, അതിന്റെ ഏറ്റവും വലിയ സത്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ സകല ദൈവങ്ങളും ദൈവികളും മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ, മരിച്ചും മൺമറഞ്ഞു കിടക്കുമ്പോൾ നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന, നാം കരമടിക്കുന്ന, നാം പാടുന്ന ഈ ദൈവം ഈ ദൈവത്തെ നാം ആരാധിക്കും. മറിയ മഗ്ദലക്കാരി മറിയ യേശുവിന്റെ അമ്മ മറിയം കൂടി അതിരാവിലെ കല്ലറക്കകത്ത് ആരും ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്നുള്ള ചിന്താഭാരത്തിൽ അധികാലത്തെ എഴുന്നേറ്റ് യേശുവിനെ അടക്കം ചെയ്ത കല്ലറയുടെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ മുൻപിൽ ആ കല്ലുരുട്ടി മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടു. അവരകത്ത് കയറി നോക്കി, യേശുവിനെ കണ്ടില്ല. പുറത്തിറങ്ങി വന്നപ്പോൾ അവിടെ ഒരു തോട്ടക്കാരനെ പോലെ ഒരു ദൂതനിരിപ്പുണ്ട്. ചോദിച്ചു, ഞങ്ങളുടെ ഗുരുവിനെ നീ ഒളിപ്പിച്ചു വെച്ചുവോ? പറ, എവിടെ വെച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന് ദൂതൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അവൻ ജീവനോട് ഇരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയില്ലേ? മാത്രമേ ഉള്ളൂ മരണത്തെ ജയിച്ച ദൈവം. ഒരിക്കൽ സാത്താൻ ഒറ്റ പ്രാവശ്യമേ സന്തോഷിച്ചുള്ളൂ, അത് യേശുവിന്റെ മരണത്തിൽ. സാത്താൻ വിചാരിച്ചു അതോടെ യേശുവിന്റെ മേൽ ഞാൻ ജയമെടുത്തു, യേശു തീർന്നു. പക്ഷേ സാത്താന്റെ ചിന്തയെ തകർത്തുകൊണ്ട് മൂന്നാം നാൾ സ്വർഗത്തിൽ നിന്ന് ഒരു വ്യാപാര ശക്തി ഇറങ്ങി വന്നു. ദൈവം ഉയർത്തിക്കൊടുക്കുന്നു. ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം നമ്മുടെ മധ്യയിൽ ഉള്ളത് കൊണ്ടാണ് നാം അവനെ ആരാധിക്കുന്നത്. ആ ജീവനുള്ള ദൈവത്തിന്റെ മുൻപിൽ ഞാൻ എന്നും പറയുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നാം എങ്ങനെ നിൽക്കണം? ഒരു വിഗ്രഹം കൊത്തിയുണ്ടാക്കി നിർത്തുന്ന ശില്പി ഉണ്ടാക്കി നിർമ്മിച്ച ഒരു വിഗ്രഹത്തിന്റെ മുൻപിൽ അല്ലെന്നേ
കണ്ണുണ്ടെങ്കിലും കാണാത്ത, മൂക്കുണ്ടെങ്കിലും മണക്കാത്ത, തൊണ്ട കൊണ്ട് സംസാരിക്കാത്ത, കാറുണ്ടെങ്കിലും നടക്കാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത ഒന്നിന്റെ മുൻപിലല്ല നാം വന്ന് നിൽക്കുന്നത്. നാം ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ആത്മാവാകുന്ന സത്യദൈവത്തിന്റെ മുൻപിൽ. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്തുണ്ട്? വിടുതലുണ്ട്. ആരാധിക്കുമ്പോൾ എന്തുണ്ട്? സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്. ഇന്ന് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, വേദനയോടെ, കണ്ണീരോടെ ഇതിനകത്ത് ആരെങ്കിലും വന്നിരിപ്പുണ്ടെങ്കിൽ അതിനുള്ള ഒറ്റ മറുമരുന്ന് ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ഹൃദയം തുറന്ന് ആരാധിച്ച നിന്റെ വിഷയം എത്ര വലുതായിരുന്നാലും അതിനമേൽ ജയം നിനക്കുണ്ട്. ഒന്നുകൂടെ ആവർത്തിച്ച് കേട്ട് മടുത്ത കാര്യമായിരിക്കാം. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുന്നത് വെറുതെ കിടക്കുന്നതല്ല കേട്ടോ. ഒരു നമ്മുടെ വീട്ടിനകത്ത് മുറിക്കകത്ത് ഫാനും ഇട്ട് കിടക്കുന്ന പോലെ കിടക്കുക അല്ലെന്നേ. കൈയും കാലും ബന്ധിക്കപ്പെട്ട് ഒന്ന് കുനിഞ്ഞു നിൽക്കാൻ പോലും അവസ്ഥയില്ലാത്ത ചെറിയതിനകത്ത് കൈയും കാലും ബന്ധിക്കപ്പെട്ട് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവരുടെ വിഷയം അതൊന്നുമല്ല. ദൈവത്തെ ആരാധിക്കുക. ആരാധിച്ചപ്പോൾ അവരുടെ ചങ്ങല പൊട്ടിയെന്ന്. ചങ്ങല മാത്രമല്ല, അവർ ഇരുന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ആ ശക്തി കുലുക്കിയെന്ന്. അവർക്ക് വേണ്ടി അവർ ആരാധിച്ചപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചോളെ. ഞാൻ ഒരു നല്ലൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നീ ആരാധിക്കുമ്പോൾ, നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല വിടുതൽ, നിന്റെ അരികിൽ നിൽക്കുന്നവരും വിടുതൽ. പൗലോസും ശീലാസും പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് പൗലോസിന്റെ ശീലാസിന്റെയും കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നാൽ പോലെ. അങ്ങനാണോ ദൈവം തുറന്നത്? പറയുന്നേ, അങ്ങനാണോ തുറന്നേ? ആരുടെയൊക്കെ വാതിൽ ദൈവം തുറന്നു കൊടുത്തു? അതിനകത്ത് എത്ര എണ്ണം കാരാഗ്രഹത്തിൽ കിടന്നു? മുഴുവൻ എണ്ണത്തിന്റെ വാതിൽ ദൈവം തുറന്നു കൊടുക്കല്ലേ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തെ നീ ആരാധിച്ചാൽ നിന്റെ അറിവിലുള്ളവന്റെ കുടുംബത്തിന്റെ ദേശത്തിന്റെ വാതിലുകളെ ദൈവം ഈ പ്രഭാതത്തിൽ തുറക്കുന്നത്. അത് വിശ്വസിച്ച് വേണം ആരാധിക്കുമ്പോൾ. ആരാധിക്കുമ്പോഴാണ് വിടുതൽ കിട്ടുന്നത്. ആരാധിക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യം. അത് വെറും ദേഹത്തിന് മാത്രമല്ല, അത് ദേഹിക്ക് മാത്രമല്ല, അത് ആത്മാവിന് കൂടി 3 തലങ്ങളിലും ഒരുപോലെ സന്തോഷവും സമാധാനവും തരുവാൻ ഓരോന്നിനെ കൊണ്ട് പറ്റത്തില്ലെന്ന്. ആഹാരം കഴിച്ചാൽ എന്തിനു പറ്റും? ശരീരത്തിന് പറ്റും. ഇച്ചിരി സമാധാനം കിട്ടിയാൽ എന്തിനു തോന്നും? ദേഹിക്ക് സന്തോഷം തോന്നും. പക്ഷെ ആരാധിച്ചാൽ അത് ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും ഒരുപോലെ ആനന്ദമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആനന്ദം അനുഭവിക്കണ്ടേ, സന്തോഷം അനുഭവിക്കണ്ടേ? പാട്ട് ഇച്ചിരി സ്പീഡിൽ പാടി കേട്ടോ. നിങ്ങൾ താത്ത് പാടണ്ട. പാട്ടൊക്കെ പാടണം നല്ല സ്പീഡിൽ കരമടിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ പാടണം. ഈ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ഏത് ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ, ബുദ്ധിമുട്ടോടെ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകുമ്പോൾ എല്ലാ കെട്ടുകളും പൊട്ടി, എല്ലാ ബന്ധനങ്ങളും അടിഞ്ഞ്, എല്ലാ ശാപവും മാറി, എല്ലാ രോഗവും നീങ്ങി, എല്ലാ യാതൊരു അലട്ടി മാറ്റി അതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം പ്രാപിച്ച് മടങ്ങി പോകണം. നല്ല രീതിയിൽ കരമടിച്ച് സന്തോഷത്തോടെ പാടി ആരാധിച്ചു.
കർത്താവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു സത്യം നാം മറന്നു പോകരുത്. ഇന്ന് നമ്മെ അതിന്റെ പ്രാകൃത്യത്തോടെ ഇന്ന് ഈ സന്നിധാനത്തിൽ നമ്മെ നിർത്തിയിരിക്കുന്നത് ഈ മൂലക്കൊരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ചെടിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ ദൈവത്തിന് തന്നെത്താൻ നിർമ്മലയാഗമായി കഴിച്ച ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ മനസ്സാക്ഷിയെ എത്രയധികം കഴിഞ്ഞ് ശുദ്ധീകരിക്കും. ഇന്ന് നാം ആരാധിക്കുന്നതിന് പിന്നിലെ രഹസ്യമായ രക്തം നമ്മുടെ മേൽ കിടക്കുന്നുണ്ട്. നിർജീവ പ്രവർത്തികളെ പോക്കി ഇന്ന് ഈ പാപത്തിന്റെ ശാപത്തിന്റെ എല്ലാ പ്രവർത്തികളെയും മാറ്റി ഈ ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാൻ ക്രിസ്തുവിന്റെ രക്തം നമ്മെ അധികാരമാക്കി. അതോർത്താൽ നമുക്ക് സന്തോഷമില്ല. ഈ ക്രിസ്തീയ ജീവിതം എന്നതിന്റെ അടിസ്ഥാനം എന്തിലാണ് നോക്കുന്നത്? ആ ക്രൂശിലാണ്. ആ ക്രൂശ് ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ഇല്ല. ആ ക്രൂശിൽ ചെറിയ രക്തമാ, ആ രക്തത്തിലാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ പത്രോസ് പറഞ്ഞ് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തുവെന്ന നിർദോഷമോ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ. ആ രക്തത്തിന് ഒരു വിലയുണ്ടെന്ന് ചുമ്മാ വാങ്ങിയതല്ല, വെറുതെ ചുമ്മാ ഇരുന്നപ്പോ ഭാഗ്യം വിളിച്ചതല്ല, രക്തം ഊറ്റി തന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് ഇതിനകത്ത് നിൽക്കുമ്പോൾ ആ ബോധ്യത്തോടെ നിൽക്കണം കേട്ടോ. അതുകൊണ്ടല്ലേ ഒന്ന് യോഹന്നാനിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിപ്പാൻ മടിയായി. നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ചത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ചെറിഞ്ഞ 5 കായങ്ങൾ വഴി പാഞ്ഞ യേശുവിന്റെ തിരുരക്തമാണ്. ആ രക്തത്തിലാ ജീവനിരിക്കുന്നത്. ഇന്ന് നാം ജീവിക്കുന്നതിന് പിന്നിൽ, നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിന് പിന്നിൽ ക്രിസ്തുവിന്റെ രക്തമാണ്. ആ രക്തത്തിലാണ് നമ്മുടെ ജീവൻ ഇരിക്കുന്നത്. ഈ കർത്താവിനെ ആരാധിക്കുമ്പോൾ സന്തോഷം വേണം കേട്ടോ. ആരാധിക്കുമ്പോൾ ആനന്ദം വേണം കേട്ടോ. ഇത് മനസ്സിലാക്കി വേണം ആരാധിക്കുവാൻ. സകല ദൂതഗണങ്ങൾ രാവും പകലും നിന്ന് ആരാധിക്കുമ്പോൾ അവർക്ക് കിട്ടാത്തത്, പഴയ നിയമ വിശ്വാസികൾ ആരാഞ്ഞു നോക്കിയിട്ട് അവർക്ക് കിട്ടാത്തതൊന്ന് പുതിയ നിയമ വിശ്വാസിയെ എനിക്ക് നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ ആഴം, അതിന്റെ വ്യാപ്തി മനസ്സിലാക്കി വേണം ആരാധിക്കാൻ. അവരെല്ലാം ഇതിനു വേണ്ടി ഏറിയ പ്രവാചകന്മാരും ഏറിയ ശ്രേഷ്ഠന്മാരും ആരാഞ്ഞു നോക്കിയിട്ട് അവർക്കൊന്ന് മനസ്സിലായി, തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് പിറകെ വരുന്ന ഒരു ജനമുണ്ട്. ആ ജനം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവരെക്കാട്ടിലും പ്രാഗൽഭ്യമുണ്ടെന്ന്. എന്താ അവർക്കില്ലാത്തത്? അവർക്കില്ലാത്തത് എന്താ? പൗലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ മർമ്മം ദൈവം പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. ആ മർമ്മത്തിന്റെ മഹിമാതനം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ. കൂടെയല്ല, അരികിലല്ല, വന്നും പോയുമല്ല, എന്നേക്കും സ്ഥിരമായി നിന്റെ ഉള്ളിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ആനന്ദമാ. ഈ നല്ല ദൈവത്തെ ആരാധിക്കുന്നു നിസ്സന്നതിയിൽ സ്തോത്രത്തോടെ നന്മയോടെ നന്ദി ഓർത്തെന്നും ആ സ്നേഹത്തെ എല്ലാം ഓർത്ത് എല്ലാ കരങ്ങളും ഉയർത്തി നിങ്ങളുടെ അല്പസമയം നിങ്ങളുടെ എല്ലാ ചിന്തകളും ഭാരങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒന്നാമത്തെ കൽപ്പനയാ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം, ആരാധിക്കണമെന്ന്. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാ. ദൈവത്തെ ആരാധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അവൻ ചെയ്ത നന്മകളെ ഓർത്ത്, അവന്റെ നന്മകളെ, അവന്റെ ഹൃദയം, അവൻ നമ്മോട് കാണിച്ച കരുണയെ, അവന്റെ സ്നേഹത്തെ എല്ലാം ഓർത്ത് എല്ലാ തരങ്ങളും ഒരുപോലെ ചേർന്ന് ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു പാടി ആരാധിച്ചു.
നമ്മെ തന്നെ സമർപ്പിച്ച് സർവനീതിയും പൂർണ്ണമാക്കിയത് മറ്റൊന്നുമല്ല. സർവനീതിയും ആരാധിച്ചേ ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെ നന്ദിയോടെ പാടിക്കേ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ
സ്നേഹത്തെ, അവൻ നമ്മോട് കാണിച്ച മഹാകൃപയെ ഓർത്ത് എല്ലാ തരങ്ങളും ആദരഫലമെന്ന സ്തോത്രയാഗം ഇരവിടാതെ നമ്മൾ പാടി നീയൻ സർവനീതിയും ആയി തീർന്നതിനാൽ ഞാൻ ഇന്ന് പൂർണ്ണനാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ ഭാഗ്യമാണ്. ഒരു നിമിഷം നിങ്ങളുടെ കരമെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ ബാഹ്യമായ കണ്ണുകളൊക്കെ ഒന്ന് അടച്ചിട്ട് അവന്റെ ആ മഹാസ്നേഹത്തെ ഒന്ന് ഓർത്തു നോക്കുകയും എന്തുവാ ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹം. വെറും ദോഷിയും പാപിയും നികൃഷ്ടവുമായിരുന്ന നമുക്ക് ഈ വിശുദ്ധനായ ദൈവത്തിന് മുൻപിൽ നിൽക്കാൻ എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടായിരുന്നോ? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാ പ്രവാചകൻ ഒരു കാഴ്ച കാണുന്നുണ്ട്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ പരിശുദ്ധനായ സൈന്യങ്ങളുടെ യഹോവയാകുന്ന ദൈവം ഇരിക്കുമ്പോൾ അവന് ചുറ്റും നിൽക്കുന്ന സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മറച്ച്, രണ്ടുകൊണ്ട് പറന്നുയർന്നിട്ട് അരികിൽ നിൽക്കുന്ന ഒരുവനോട് അവർ വിളിച്ചു പറയും, യഹോവയാകുന്ന ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന്. സ്വർഗം പോലും ആ യേശുവിന്റെ മുൻപിൽ പരിശുദ്ധമല്ലാതെ നിൽക്കുമ്പോൾ ഇന്ന് വെറും ദോഷിയും പാപിയും പ്രധാനിയായിരുന്ന വെറും ശാപത്തിന്റെ അകത്തളത്തിൽ കിടന്ന എന്റെ ഉള്ളിൽ ഈ ദൈവം വന്ന് വസിക്കുന്നെന്ന് പറയുമ്പോൾ അവർ എന്നോട് കാണിച്ച സ്നേഹം, അവർ എന്നോട് കാണിച്ച കരുണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെത്ര വലുതാണെന്ന് ഓർക്കണം. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി. എന്തുകൊണ്ട് ആ പിതാവിന്റെ ദൃഷ്ടിയിൽ നാം പൂർണ്ണരാകുന്നത്? എന്തുകൊണ്ട് ആ പിതാവിന്റെ ദൃഷ്ടിയിൽ നാം വിശുദ്ധരായി തീരുന്നത്? എന്തുകൊണ്ട് ആ പിതാവിന്റെ ദൃഷ്ടിയിൽ നാം കുറ്റമില്ലാത്തവരായി തീരുന്നത്? എന്തുകൊണ്ട് പിതാവിന്റെ ദൃഷ്ടിയിൽ നാം നീതിമാന്മാരായി തീരുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ സകലത്തിന്റെയും ഉടയവനായവൻ, ഈ സകലത്തിന്റെ കാരണഭൂതനായ മഹത്വത്തിന്റെ പ്രത്യാശ എന്നിൽ യേശു എന്റെ മേൽ ഇരിക്കുന്നിടത്തോളം കാലം പിതാവിന്റെ ദൃഷ്ടിയിൽ ഞാൻ പൂർണ്ണനാണ്. ഹല്ലേലൂയ. ഞാൻ സംതൃപ്തിയുള്ളവനാ, ഞാൻ പാപമില്ലാത്തവനാ, ഞാൻ നിഷ്കളങ്കനാ, ഞാൻ നീതിമാനാ. കാരണം സകലത്തിന്റെയും കർത്താവ് എന്റെ മേൽ വസിക്കുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത്. അവന്റെ നിയമം നമുക്ക് ലഭിച്ചു. യേശുവിന്റെ നീതി നമ്മുടെ മേൽ കിടക്കുന്നിടത്തോളം കാലം ഒരു ശിക്ഷാവിധിക്കും നാം ഇനി യോഗ്യരല്ല, ഒരു മരണത്തിനും നാം ഇനി അധീനരല്ല, ഒരു ശാപത്തിനും നാം ഇനി അവകാശമുള്ളവരല്ല. സകലത്തെയും തന്റെ മരണത്താൽ നീക്കി ക്രിസ്തുവിനുള്ള ജീവൻ നമുക്ക് തന്നു. അതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഈ കർത്താവിന്റെ മുൻപിൽ വെറുതെ വന്ന് നിൽക്കാൻ പറ്റുമോ? നമ്മൾ ഓർക്കും നമുക്ക് എന്തോ കുറച്ച് ആഹാരം തന്നതോ, വീട് തന്നതോ, എന്റെ രോഗം മാറ്റിയതോ, ഇതൊക്കെ ആവശ്യമാണ് ജീവിതത്തിൽ. പക്ഷെ ഇതിലും വലുത് ദൈവം നമ്മോട് കാണിച്ചത് ഓർക്കുമ്പോൾ ഈ കർത്താവിനെ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റും? ആരാധ്യൻ യേശുപര. എല്ലാ കരങ്ങളും ഉയർത്തി ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ക്ഷീണങ്ങളൊക്കെ അല്പസമയം മാറ്റിക്കേ. ലോകത്ത് വേറെ ആർക്കും നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ പറ്റത്തില്ലെന്നേ. ബന്ധുക്കൾ വന്നാലും, ഭാര്യ വന്നാലും, ഭർത്താവ് വന്നാലും, സഹോദരങ്ങളുണ്ടെങ്കിലും ഒരു പരിധി വരെ ഇതൊക്കെ നിങ്ങളെ സഹായിച്ചെന്ന് വരും. പക്ഷെ നിത്യമായ സമാധാനം, നിത്യമായ സന്തോഷം, നിത്യമായ ആനന്ദം തരുവാൻ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. അതുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അരികിൽ വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം.
ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം, ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരാം, ഞാൻ നിങ്ങൾക്ക് വിടുതൽ തരാം. വേറെ ആരുടെ ചെന്നാലും കിട്ടത്തില്ലെന്നേ. ഒരല്പം പുറമോടി പോലെ ചില സമയങ്ങളിൽ നമ്മൾ സന്തോഷിച്ചു നിൽക്കും. യേശു പറഞ്ഞു, ഞാൻ തരുന്ന സമാധാനം അത് ലോകം തരുന്നത് പോലല്ല, അത് അല്പസമയം നീണ്ടു നിൽക്കുന്നതല്ല. ഞാൻ തരുന്ന സമാധാനം അത് നിലനിൽക്കുന്ന നിത്യമായ സന്തോഷം, നിത്യമായ സമാധാനമാണ്. അതനുഭവിച്ചിട്ടുള്ളവർ, അത് മനസ്സിലാക്കിയിട്ടുള്ളവർ ആരാധ്യനാകുന്ന ക്രിസ്തുവിനെ ഹൃദയം തുറന്നൊന്ന് പാടി ആരാധിച്ച്
ജനത്തിന്റെ മുഴുവൻ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയ സമയം കൂടി നിന്ന യഹൂദന്മാരും പലരും പറഞ്ഞു, ഇവർ മദ്യപിച്ച് മതോന്മരായി എന്തൊക്കെയോ വിളിച്ചു കൂന്നു എന്ന് പറഞ്ഞപ്പോൾ
പത്രോസ്ലീഹ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് സമയം നേരം വെളുത്തിരിക്കുന്ന സമയമാ. ഇത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇവർ മദ്യപിച്ച് മതോന്മരായല്ല ഈ നിൽക്കുന്നത്. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. എന്തുവാ സംഭവിക്കുന്നത്? അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കുമെന്നുള്ള ദൈവത്തിന്റെ അന്ത്യകാലത്തിന്റെ അഭിഷേകം, അന്ത്യകാലത്തിന്റെ അഭിഷേകം. ഇന്ന് വന്നതുപോലല്ല, മടങ്ങി പോകുമ്പോൾ ഒരിരട്ടി ശക്തിയോടെ ഏലിയ പ്രവാചകനോട് ഒരു കാര്യം ചോദിച്ചു. അപ്പൊ ഏലിയാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടതിനാണ്? ഏലീശ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എനിക്ക് നിന്റെ പുതപ്പ് വേണം. എനിക്ക് ആ പുതപ്പ് വേണം. ആ പുതപ്പിന്റെ ശക്തിയെ അറിയാവുന്ന ഏലീശ പറഞ്ഞു, എനിക്ക് ആ പുതപ്പ് വേണം. ഏലിയാവ് തന്റെ പുതപ്പ് ഏലീശയുടെ ദേഹത്തെ പകർന്നപ്പോൾ അവൻ പ്രാപിച്ചതിലും ഇരട്ടി ശക്തി. ശക്തി പ്രാപിച്ചു വേണം ഇതിനകത്ത് മടങ്ങി പോകുവാൻ. വന്ന ശക്തിയല്ലേ, കിട്ടിയതുമല്ല, ഇതുവരെ നേടിയതുമല്ല. പോരാ പോരാ, ഇത് പോരാ, ഇത് പോരാ കർത്താവേ, ഇത് പോരാ, ഇത് പോരാ. അന്ത്യകാലത്തെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ താഴ്വരയിൽ ഇറങ്ങുമെന്ന് ജീവൻ പഠിപ്പിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. എല്ലാവരും അല്പസമയം, എല്ലാ നാമങ്ങളും അല്പസമയം കൂടി, എല്ലാവരും ഭാഷയും എല്ലാ ശബ്ദങ്ങളും എല്ലാം കർമ്മേലിന്റെ മലമുകളിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തി ആഹാബിനോട് ഏലിയ പ്രവാചകന്റെ വൃത്തിനോട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു വട്ടം പോയി നോക്കിയിട്ട് വന്ന് പറഞ്ഞു, യജമാനനെ ഒന്നും കാണുന്നില്ല. വീണ്ടും ഏലിയ പറഞ്ഞു, ഒന്നും ഇവിടെ പോയി നോക്ക്. അവൻ പറഞ്ഞു, യജമാനനെ ഒന്നും കാണുന്നില്ല. മൂന്നാം പ്രാവശ്യം ബാല്യക്കാരൻ പോയി നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, കടലിൽ നിന്ന് ഒരു കൈ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, ഒരു മഴമേഘം പോലെ ഒരു കൈ പൊങ്ങി വരുന്നുണ്ട്. ഏലിയാവിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തി. അതിനുശേഷം ഏലിയാവ് പറഞ്ഞു, ഓടിക്കോ. ആഹാബ് രഥത്തെ പൂട്ടി ഓടി തുടങ്ങിയപ്പോൾ വൃദ്ധനായ ഏലിയാവിനെ കണ്ട് ആഹാബിന്റെ രഥത്തിന് മുൻപേ ഓടിപ്പിച്ച. വൃദ്ധനായിരുന്ന ഏലിയാവ് കുതിരയുടെ ശക്തിയുടെ മുൻപിൽ ഓടിയെങ്കിൽ അവനെ ഓടിപ്പിച്ചത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു ശക്തിയുണ്ട്. ആ ശക്തിയാ. അതിനല്ലേ അതിനു മുമ്പേ അതിനുശേഷം യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴുമെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ശക്തിയെ പുതുക്കുമെന്നേ. ഇന്ന് ശക്തിയെ പുതുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതോ ഇന്നലത്തെ ശക്തി കൊണ്ട് ജീവിച്ചാൽ മതിയോ? കഴിഞ്ഞ നാളിൽ നിങ്ങൾക്ക് കിട്ടിയ ആ അവസ്ഥയിൽ നിങ്ങൾ നിന്നോളാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വിട്ടുകളഞ്ഞു. പുതിയ ഒന്നിലേക്ക് ഒരു ചുവട് വെച്ച് പുതിയ ശക്തിയെ പ്രാപിച്ച് അന്ത്യകാലത്ത് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാൻ ആ അന്ത്യകാലത്ത് ഇറങ്ങി വരുന്ന
ആത്മാവിനാൽ നാം ഒരിക്കൽ കൂടി ബലപ്പെടേണ്ടതിന് എല്ലാം കരമടിച്ച് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിനെ പാടി ആരാധിച്ച് He
പരിശുദ്ധാത്മാവിനെ നിറയത്തുള്ള അന്യവരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാർക്കോസിന്റെ മാളികയിൽ 120 പേര് ഇറങ്ങി കൂടിയ സ്ഥലത്തേക്ക് അവിടെ 121-ാമതായി ഒരാളുടെ കടന്നു വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ പരിശുദ്ധാത്മാവിന്റെ അപ്പുത്തൻ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അപ്പുത്തൻ അഭിഷേകം ഇന്നലത്തെ അഭിഷേകമല്ല, മഹാവിശുദ്ധമായ സ്വർഗ്ഗസ്ഥപിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വീണ്ടും അങ്ങേ ആത്മാവിന്റെ സത്യത്തിനും ആരാധിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മധ്യത്തിലേക്ക് അങ്ങ് ഇറങ്ങിയതിനാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകത്തിലെ വിശുദ്ധന്മാർ ഒന്നിച്ച് ഞങ്ങൾക്ക് ഈ താളഭൂമിയിൽ ഇരുന്നുകൊണ്ട് അങ്ങ് ഒരിക്കൽ കൂടി ആത്മാവിനെ ആരാധിപ്പാൻ തക്കോണം ദൈവം ഒരുക്കിയ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ശേഷം നടക്കുന്ന ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആയിരിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കടന്നു വന്നിരിക്കുന്ന സകല മക്കളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അഭിഷേകത്തിന് മേൽ ദൈവം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശുക്രിസ്തുവിന്റെ അങ്ങനെയുള്ള നാമത്തിൽ തന്നെ